ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ വ്യാജ ശരീരത്തിൽ സജീവമായി ഒന്നിനും പെടരുത്. വ്യാജ ശരീരത്തിൽ ഒരുപാട് പേര് ഒരുപാട് ഇതിന് മാത്രമേ അവർക്കൊക്കെ പൈസ എവിടെ നിന്നാണ് ാണ് അടുത്തൊരു ചുരുക്കത്തിന്റെ ആളിനോട് ഞാൻ ഏറ്റവും ചർച്ചത്. അപ്പൊ അയാളോട് നിസ്കരിക്കേണ്ട കാര്യമില്ലെന്ന്. ഞാന് പള്ളിയിലോട്ട് പോയപ്പോ ഇയാള് റോട്ടിയിരിക്കുന്നു. മുമ്പ് സംസ്കാരമുള്ള ആളാണ്. തിരിച്ചു വന്നപ്പോഴേ അയാളോട് നിൽക്കുക. അവൻ ഞാൻ ചോദിച്ചിട്ട് പള്ളിയിലതിനകത്ത് എന്തിനാ പള്ളിയിൽ പോകുന്നത്? അങ്ങനെ എന്തിനാണ് ഇപ്പൊ പള്ളിയിൽ പോകുന്നത്? നിസ്കരിക്കുന്ന എന്തിനാ? നിങ്ങൾ എന്നെ പറയുന്നത് ചിലപ്പോ നിങ്ങളെന്റെ വലിയ ആള് അല്ലല്ലോ. ചോദിക്കുന്ന ആളാണല്ലോ വലിയ ആള്. ഉത്തരം പറയുന്ന ആളല്ല. ചോദിക്കുന്ന ആളാണ് വലിയ ആള്. അവൻ ചോദിക്കുന്നേ ഓർമ്മിക്കാനല്ലേ നിസ്കരിക്കണം. 24 മണിക്കൂറും അള്ളാഹെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് പിന്നെ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർമ്മിക്കാനുള്ളതാണ്. അയാൾ പറയുന്നതാണ്. അവൻ ഫുൾ ടൈം അള്ളാഹെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിന്നെ നിസ്കരിക്കുന്നതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി നമ്മളെ കൊള്ളായിട്ട് നല്ല ആളാണ്. അതിനെപ്പോ എന്താണ് പരിപാടി? എവിടെയാണല്ലോ ഭയങ്കരമായ വലിയ വർത്തമാനങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്. ഇപ്പൊ എവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു തെരീക്കത്തിലാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടെ അങ്ങോട്ട് ക്ഷണിക്കണം. പരിപൂരിയായിട്ട് തിരികൊന്നും വേണ്ട. നിങ്ങളത്തെ കയ്യിൽ ഇരുന്നാ മതി. അലിയപ്പാക്കി തരാന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ പൊട്ടി പൊളിച്ചവര് നല്ലൊരു ചെറുപ്പക്കാരനെ സുബഹിക്ക് പള്ളിയിൽ കൊടുത്തോണ്ടിരുന്നവര് എല്ലാ കൊച്ചിനും കൃത്യമായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. അയാൾ അവസാനം എങ്ങനെ നിസ്കാരവും ബാക്കി കാര്യമൊക്കെ ഉള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വിശാല രീതിയിലുള്ള മാർഗം, അവന്റെ ഈമാന്റെ വിലഹിതമൊക്കെ ആത്മീയത കൂട്ടിക്കൊടുക്കുക. പള്ളിയിലും പടച്ചവനെയൊക്കെ പേടിയുള്ള ആളുടെ ഈമാനുള്ള ആളുടെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക? കൂട്ടിക്കൊടുക്കുക. നാട് നാടും പറഞ്ഞ് നടക്കുക. ഇപ്പൊ ഈമാനൊക്കെ പോയി കിട്ടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ മുഴുവൻ ഇൽമും പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാനാണ് ആര്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുഴുവൻ അറിവുണ്ട് ആർക്ക്? ആദം നബി. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും സ്വർഗത്തിട്ട് പറ്റിച്ച ആളാണ് ആര്? ഈ ശൈത്താൻ. നമ്മളാണ് അപ്പൊ പിന്നെ നമ്മളെ ശൈത്താൻ നമ്മളുള്ളൊരു ആണോ? പുഷ്പം നിസ്സാരം പഠിപ്പിക്കാൻ ചില ആളുകളൊക്കെ പറയും ആദ്യത്തെ ചെയ്താൻ എന്താന്ന് മനസ്സിലാവാത്തവരാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ്. മലക്കള ഉസ്താദായിട്ടിരുന്ന ആളാണ്. വലിയ അറിവുള്ള ആളാണ്. ജ്ഞാനിയാണ്. പക്ഷെ വഴികളിലായി അഹങ്കാരം കൊണ്ട് വഴിവിട്ടുപോയി. വലിയ വലിയ ആളുകളെയൊക്കെ പറ്റിച്ചിട്ടുള്ള ആളാണ്. ചെറിയ ആളൊന്നല്ല. വലിയ വലിയ ഔലിയാക്കളായിരുന്ന ആളുകളെ പോലെ തെറ്റിച്ചിട്ടുണ്ട്.
മുസ്തജാബ് ദഅവ എന്നാണ് അറിയപ്പെട്ടത്. കൈ പൊക്കിയ ഉത്തരവ്. അപ്പനോട് ദുആ ചെയ്താൽ അപ്പോഴേ ഉത്തരം ലഭിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ചെറിയ ആളുകളെ മാത്രമല്ല, ചെറിയ ആളുകളെ വൈദ്യാണ് വലിയ 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 ഈമാനുണ്ടായിരുന്ന ആളുകളെ പോലും തെറ്റിച്ച് തകർത്ത് കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട പലരെ തെറ്റിച്ചിട്ടുണ്ട്. സഅലബയെ തെറ്റിച്ച് പഴപ്പിച്ച് എത്ര പേര് വലിയ വലിയ ആളുകൾക്ക് തെറ്റിച്ചിട്ടു. അപ്പം പിശാചിന് ഏറ്റവും പ്രധാനം നമ്മുടെ ഈമാനിനെ ബലഹീനമാക്കുക എന്നത് മാത്രം. അല്ലാണ്ട് നമ്മളെ കൊണ്ട് കണ്ണുപിടിപ്പിക്കലോ, കണ്ണുപിടിച്ചാൽ ചിലപ്പോൾ ഈമാൻ കൂടും. ചില നേരത്തൊക്കെ കണ്ണുടിയന്മാർ ഭയങ്കരമായിട്ട് ഈമാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താ ആലോചിച്ചു കുറിച്ചാൽ എത്ര അറിവൊക്കെ കള്ളമ്മ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചവനെ എന്നുള്ള അർത്ഥാണ്. അപ്പൊ അതേസമയം ഈമാൻ കണ്ടോണ്ട് പോകാൻ ചിലപ്പോ ഈ കള്ളം കുളിച്ചിട്ട് അവൻ പശ്ചാത്തപിച്ചാൽ അറിയാൻ പറ്റത്തില്ല. പശ്ചാത്തപിച്ചാൽ പിന്നെ ഈമാൻ കൂടും. പിശാചിന് ഇഷ്ടം ഈമാനിനെ ബലഹീനമാക്കുക, ഈമാനിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനെന്തെല്ലാം വഴികളുണ്ടോ അതൊക്കെ ഉണ്ട്. അതിനെ തടയിടാൻ എന്തെല്ലാം വഴികളുണ്ടോ അതിനെല്ലാം ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഖുർആനോദൽ അസ്തമിച്ചു നിന്നു. ഖുർആനോദലേ ഇല്ല. ഭാര്യമായി കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പരിപാടിയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അസീനോദലും ഖുർആനോദലും മലയും നൗലൂദും ദുർദയും അദമസ്സലാത്തും ഗദ്ദില്ലറശുദായിയത്ത് സ്വലാത്തും ഒക്കെ ചെല്ലി 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 വീട്ടിലേക്ക്. ആ വീട് അല്ലാഹുവിന്റെ കാവലുണ്ടായിരുന്നു. പിശാചിനെ പ്രതിരോധിക്കാവുന്ന വഴികളൊക്കെ നമ്മൾ എടുത്തിട്ട് വെക്കണം. സൂറത്തുൽ ബഖറ പാരായണത്തിന്റെ വീട്ടിൽ പിശാചിന്റെ ശർമ്മം ഉണ്ടാവുമെന്ന് അല്പമെങ്കിലും സൂറത്തുൽ ബഖറയിൽ നിന്ന് പാരായണം. അതുകൊണ്ടാണ് നമ്മൾ ആയത്ത് കുറിച്ച് ഓതുന്നത്. സൂറത്തുൽ ബഖറയിൽ ആയത്താണ് ആയത്ത് കുറിച്ച്. അങ്ങനെ 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 ധാരാളം കാര്യങ്ങൾ. ആ ഓർമ്മയിൽ തന്നെ ഇരുന്ന് ഓതി ഇശാസ്കരിച്ച് പിന്നെ കൂടുതൽ വർത്താനം പറയാതെ കിടന്നുറങ്ങുന്നൊരു കാലമുണ്ടായി. അത് പോയി. ഇപ്പം 12 മണി 1 മണി കഴിഞ്ഞാലും ലൈറ്റ് അണയാത്ത വീടുകളായി മുസ്ലിം ഉമ്മത്തിന്റെ വീടുകൾ മാറി. 12 1 മണി കഴിഞ്ഞാലും 2 മണി കഴിഞ്ഞാലും വീട്ടിൽ ലൈറ്റ് അണയത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈമാൻ നശിച്ചു, ആരോഗ്യം നശിച്ചു, എല്ലാം പോയി. 12 മണി കഴിഞ്ഞാൽ ലൈറ്റിൽ നമ്മൾ രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ 12 മണിക്ക് ശേഷം ലൈറ്റ് കിടക്കുന്ന ഏരിയ ഉണ്ടാകും. അപ്പോഴറിയാം ഇത് കാക്കാമാരെ ഏരിയ, മുസ്ലിങ്ങളുടെ ഏരിയയാണ്. 12 മണിക്ക് മുമ്പ് 10 മണി കഴിഞ്ഞാല് ലൈറ്റുകൾ അണയുന്ന ഏരിയകളിൽ നിങ്ങൾ പോയി നോക്കൂ. അതൊക്കെ മുസ്ലിങ്ങളല്ലാത്തവരായിരിക്കും. നമ്മളെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പാരാത്രി 12 മണിക്കാണ്. 10 മണിക്ക് ശേഷം ഫുഡ് കഴിക്കും. നേരത്തെ കഴിക്കില്ല. പാരാത്രി ഇറങ്ങി ഹോട്ടലുകളായ ഹോട്ടലുകളൊക്കെ കയറി ഇറങ്ങി 12 മണിയാകുമ്പോൾ വീടെത്തും. പിന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി 1 മണിയാകുമ്പോൾ കിടക്കുമ്പോൾ അത് വീട്ടുകാർ മാത്രമല്ല, പൊടി കൊച്ചുങ്ങളെ പോലും അങ്ങനെ ശീലിപ്പിച്ചു എന്നുള്ളതാണ്. വീട്ടിലെ കുഞ്ഞു മക്കൾ പോലും 12 മണി 12 മണി കഴിയാതെ ഉറക്കത്തില്ല. മുമ്പ് 8 മണിക്കുള്ളിൽ ഉറങ്ങിയിരുന്ന കുട്ടികളാണ് നമ്മുടെ ആരോഗ്യം നല്ലതായിരുന്നു, ബുദ്ധി നല്ലതായിരുന്നു. ഉറക്കം കൃത്യമായി കൊടുക്കുന്നില്ലെങ്കിൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് പ്രശ്നമാണ്, ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഉറക്കം അല്ലാഹു വെച്ചിരിക്കുന്നത് നിസ്സാരമല്ല. രാത്രി ഉറങ്ങണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എത്രയോ
നമ്മുടെ